നമസ്കാരം. അപ്പോൾ ജനപ്രിയ നായകൻ ദിലീപേട്ടനെ ഹൃദയത്തോട് ചേർത്ത അല്ലെന്നുണ്ടെങ്കിൽ ഏറ്റവും അധികം സ്നേഹിക്കപ്പെടുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു പ്രേക്ഷകൻ, തീർച്ചയായിട്ടും ആ ഒരു പ്രേക്ഷകനാണ് ഇന്നിപ്പോൾ എൻ്റെ മീഡിയയ്ക്ക് മുൻപിൽ വന്നിരിക്കുന്നത്. അദ്ദേഹം ഹൃദയം തുറന്ന് പറയുന്ന കാര്യങ്ങൾ നമുക്കൊന്ന് കേട്ടു നോക്കാം. നമസ്കാരം. ഇപ്പോൾ ദിലീപേട്ടൻ്റെ പ്രിൻസ് എന്ന് പറയുന്ന ആ ഒരു ചിത്രം റിലീസിങ്ങിന് ഒരുങ്ങുകയാണ്. ഇപ്പോൾ ദിലീപേട്ടൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയും അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങളെക്കുറിച്ചും ചേട്ടൻ എന്താണ് പറയാനുള്ളത്? ദിലീപിന്റെ പടം ഇറങ്ങാൻ പോകുന്നു എന്ന് അറിഞ്ഞപ്പോൾ തന്നെ സിനിമ ഒരു വട്ടം മാഫികളുണ്ടല്ലോ, അവർക്ക് വിഷയമായി. ശരിയാണോ അദ്ദേഹം പറയുന്നത്? അത് പടം ഇറങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുറത്തു പോയിട്ട് ദിലീപ് ഒരു സ്റ്റേജ് ഷോ ചെയ്തു. അപ്പോൾ ജനങ്ങളിലോട്ട് വീണ്ടും ഇറങ്ങി എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ ഈ മാഫിയക്ക് സഹിക്കാൻ പറ്റാത്തൊരവസ്ഥ. സത്യത്തിൽ ദിലീപേട്ടനെ ആക്രമിക്കുന്ന ഒരു മാഫിയ മീഡിയകളിലൂടെ ഉണ്ടോ എന്നുള്ള ക്വസ്റ്റ്യനാണ് എനിക്ക് ചോദിക്കാനുള്ളത്. പക്ഷേ ഈ ഒരു പ്രേക്ഷകൻ തുറന്നു പറയുന്നത് ഉണ്ട് എന്ന് 100% ഉറപ്പാണ്. ഈ പടം റിലീസാവുന്നതോടുകൂടി ദിലീപിന്റെ ആ ഒരു പഴയൊരു സെറ്റപ്പിലോട്ട് വരുന്നുള്ള ആ ഒരു ഇത് മാഫിയക്ക് മനസ്സിലാക്കി ചിന്താഗതി. അതെ അതെ അതെ. അപ്പോൾ അതിനെങ്ങനെയെങ്കിലും തടയിടുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ്. അപ്പോൾ ജനപ്രിയ നായകനെ ഇല്ലാതാക്കുന്നതിന് വേണ്ടി ഒരു വലിയ മാഫിയ മീഡിയകളിലൂടെ ഉണ്ട് എന്നുള്ള കാര്യമാണ് ഈ പറയുന്ന പ്രേക്ഷകൻ ദിലീപേട്ടനെ ഹൃദയത്തോട് ചേർക്കുന്ന ഒരു പ്രേക്ഷകൻ പറയുന്നത്. ഇപ്പൊ ഒരു സംഭവം നടന്നുകൊണ്ടിരിക്കുന്നത് മീഡിയകളിലൊക്കെ വളരെയധികം അതെ അതെ വിഷയങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് ഇപ്പോഴാണ് മെയിനായിട്ട്. അവർ നേരത്തെ ഇതുപോലെ തന്നെ ദിലീപിനെതിരായിട്ട് ഒരുപാട് സംഭവങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതായത് അങ്ങേറ്റം താഴോട്ട് ആക്കാനുള്ള ശ്രമമാണ് അവർ ചെയ്തിരിക്കുന്നത്. അത് ഇപ്പോഴും അവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും ജനപ്രിയ നായകൻ എന്ന ഒരു പദവി തന്നെ വലിച്ചെറിയുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണ് അവർ നടത്തുന്നത്. അതെ, ജനപ്രിയൻ എന്നുള്ള ആ ഒരു ലേബലിൽ നിന്ന് മാറ്റിയിട്ട് അങ്ങേറ്റം താഴെ ഇതിലോട്ട് ആക്കാനുള്ള ഒരു പരിപാടിയാണ്. ഇങ്ങനെ വഴിയെ വരുന്നവനും പോകുന്നവനൊക്കെ ഈ ജനപ്രിയ നായകൻ എന്ന് പറയുന്ന ഈ ഒരു പദവി പ്രേക്ഷകർ ഹൃദയത്തിൽ നിന്ന് കൊടുത്തിരിക്കുന്നത്. അതെടുത്ത് ഇങ്ങനെ പറിച്ചു മാറ്റാൻ സാധിക്കുമോ? നല്ല അടക്കമുള്ള സിനിമ മാഫിയയുടെ കളി. ശരിക്കും ഇതിലൊക്കെ വലിയ വലിയ മാഫിയകളോടൊപ്പം തന്നെ മീഡിയാസിനും വലിയൊരു പങ്കുണ്ടോ? അങ്ങനെയാണോ ഉദ്ദേശിക്കുന്നത്? മീഡിയകൾക്ക് വലിയൊരു പങ്കാണോ ഇതിലുള്ളത്? മീഡിയക്ക് പങ്കെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വിഭാഗം ആൾക്കാർ മാറി നിൽക്കുന്ന ഒരു വിഭാഗം ആൾക്കാരുണ്ട്. ഒരു പറ്റം ആൾക്കാർ, അതായത് ദിലീപിനോട് ശത്രുത ഉള്ള ഒരു പറ്റം ആൾക്കാരുണ്ട്. അത് സിനിമയിൽ തന്നെ ഉണ്ട്. അദ്ദേഹത്തിൻ്റെ വളർച്ചയിൽ അവർക്ക് രസിക്കാതെ പോവുകയും അങ്ങനെയുള്ള ഒരു സംഭവങ്ങൾ ഉള്ള കുറച്ച് ആൾക്കാരുണ്ട്. അവരാണ് ഈ വിഷയങ്ങൾ കുത്തിപ്പൊക്കി ഇല്ലാത്തൊരു സംഭവത്തിനെ ഉണ്ടാക്കി കാണിക്കുന്നതും ഈ ഒരു മാഫിയാണ്. സത്യത്തിൽ ഒത്തിരി കഷ്ടപ്പാടുകളിലൂടെയല്ലേ ഈ ജനപ്രിയ നായകൻ വരെ എത്തിപ്പെട്ടത് ദിലീപേട്ടനെ ഇത്രയും ചവിട്ടിത്താഴ്ത്താനുണ്ടായ എന്താണ് കാരണങ്ങളെക്കുറിച്ച് വിവരിക്കാം. എന്തൊക്കെയാണ് കാരണങ്ങൾ? സമൂഹത്തിൽ മോശവത്തായ രീതിയിൽ ചിത്രീകരിക്കുന്ന ഒത്തിരി മീഡിയാസ് ഉണ്ട്. അവരെക്കുറിച്ചും പറയാനുള്ളത് എന്താണ് എന്നുള്ളത്? അതായത് താഴെ തട്ടിൽ നിന്ന് വളർന്നു വന്ന് ഒരു ജനപ്രിയനായ ആളാണ് ദിലീപ്. അങ്ങനെ വരുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒത്തിരി ആൾക്കാർ ഇതിൻ്റെ ഫ്രണ്ടിലുണ്ടായിരുന്നു. അവരെല്ലാം താഴെ പോവുകയും ഇദ്ദേഹം കയറി വരികയും ചെയ്തു. അത് സ്വാഭാവികമാണല്ലോ. നമ്മളിൽ നിന്നും ഒരാൾ മുകളിലോട്ട് കയറി പോകുമ്പോൾ ഒരു അസ്വസ്ഥത. അതെ 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 അതെ. അപ്പോൾ തീർച്ചയായിട്ടും മീഡിയക്കാർക്ക് മാത്രമല്ല വേറെ പലർക്കും ഈ ഒരു ബുദ്ധിമുട്ട് ഉണ്ട് എന്നാണ് പറയുന്നത്. അതെ അതെ അതെ. ഈ പറയുന്ന പ്രിൻസ് എന്ന് പറയുന്ന ഈ ഒരു ചിത്രം ശരിക്കും വേറെ മുകളിലോട്ട് വരും, വേറെ ലെവലിലേക്ക് പോകും. അതെ അതെ അതെ. അത് ജനപ്രിയൻ എന്നുള്ളൊരു ലെവൽ താഴേക്ക് പോയി എന്ന് പറയപ്പെടുന്നു. പക്ഷെ അത് ഉയരത്തിലേക്ക് എത്തിപ്പെടാനൊരു ചിത്രമായിട്ട് മാറും എന്നൊരു ഉറപ്പാണ് ചേട്ടൻ നൽകുന്നത്. അതെ അതെ തീർച്ചയായിട്ടും. അപ്പോൾ ഈ ഒരു പ്രേക്ഷകൻ ഹൃദയം തുറന്ന് പറഞ്ഞിരിക്കുന്ന ഈ കാര്യങ്ങൾ പ്രതികരിക്കാൻ ആഗ്രഹമുള്ളവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ വരിക. ഐ ആം വെയിറ്റിംഗ്.